ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 കെമിസ്ട്രി 8ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ, അതുപോലെ തന്നെ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർ.എ. മിലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അദ്ദേഹം ഇലക്ട്രോണിൻ്റെ ചാർജ് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിച്ചത് -1.6 × 10⁻⁹ കൂളൂംബ് ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1.60 to 176 × 10⁻⁹ കൂളൂംബാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാർജ് മനസ്സിലാക്കി, -1.60 to 176 × 10⁻⁻ കൂളൂംബ്. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വി ടേക്ക് ചാർജ് ഓൺ ദി ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ. ആ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ചാർജ് ഓൺ ദ ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, ചാർജ് ഓൺ എൻ ഇലക്ട്രോൺ ഈസ് -1.60 to 176 × 10⁻⁹ കൂളൂംബ്. ആൻഡ് നമുക്കറിയാം ചാർജ് ടു മാസ് റേഷ്യോൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1.758820 × 1011 കൂളൂംബ് പെർ kg ആണ് നമുക്കറിയാം ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9.1094 × 10⁻⁻31 kg എന്നായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1094 × 10⁻⁻31 kg ആൻഡ് ചാർജ് ഓൺ എൻ ഇലക്ട്രോൺ ഇസ് -1.60 to 176 × 10⁻⁻19 കൂളൂംബ്. അപ്പോൾ അത്രയാണ് നമ്മൾ ചാർജ് ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോണിനെ പറ്റി പഠിക്കുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഡിസ്കവറി. Electric discharge carried out in the modified cathode ray tube led to the discovery of canal rays carrying positively charged particles. കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള കാഥോഡ് റേ ട്യൂബ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടത്തിയപ്പോൾ നമുക്ക് കനാൽ റേസ് എന്നുള്ളൊരു ഫെനോമിന ഡിസ്കവർ ചെയ്യാൻ സാധിച്ചു. കനാൽ റേസിൽ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാഥോഡ് റേ ട്യൂബിനകത്ത് പോസിറ്റീവ് ചാർജിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയാണ് അപ്പോൾ നമ്മൾ കനാൽ റേസ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ഗോൾഡ്സ്റ്റീൻ ആണ് ഗ്യാസസിൽ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ സഹായത്തോടെ ഗ്യാസിൽ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ ആയിരുന്നു. ഇനി നമുക്ക് ഈ കനാൽ റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നോക്കാം. നമ്മൾ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, unlike cathode rays, mass of positively charged particles depend upon the nature of gas present in the cathode ray tube. These are simply the positively charged gaseous ions. അപ്പോൾ കാഥോഡ് റേസിൽ നിന്നും വ്യത്യസ്തമായി കനാൽ റേസിൽ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിൻ്റെ മാസ് അതിനകത്തുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ആൻഡ് പോസിറ്റീവ്ലി ചാർജ് ഗേഷ്യസ് അയൺസ് ആണ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് കനാൽ റേസിൽ കാണാൻ സാധിക്കാം. രണ്ടാമത്തത്, ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഗ്യാസ് ഫ്രം വിച്ച് ദീസ് ഒറിജിനേറ്റ്. അപ്പോൾ മാസ് എന്ന പോലെ തന്നെ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ്. Some of the positively charged particles carry a multiple of the fundamental unit of electric charge. ചില പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിൽ നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ, the behavior of these particles in the magnetic or electrical field is the opposite to that observed for electron or cathode rays. അപ്പോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക്കൽ ഫീൽഡിനും അവരുടെ ഒരു ബിഹേവിയർ ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കനാൽ റേസിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ ഫീൽഡ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനാൽ റേസ്. അപ്പോൾ പ്രോട്ടോൺ അങ്ങനെയാണ് നമ്മൾ ഡിസ്കവർ ചെയ്തത്. The smallest and lightest positive ion was obtained from hydrogen and it was called proton.
ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ നമുക്ക് ഒബ്റ്റെയിൻ ആയിട്ടുള്ളത് ഹൈഡ്രജനിൽ നിന്നാണ്. ആ ഒരു സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ പ്രോട്ടോൺ എന്ന് നെയിം ചെയ്തത്. അപ്പോൾ നമുക്ക് പ്രോട്ടോണിൻ്റെ ഡിസ്കവറി മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂട്രോണിൻ്റെ ഡിസ്കവറിയാണ്. ന്യൂട്രോൺസ് were discovered by Chadwick by bombarding a thin sheet of beryllium by alpha particles. ഒരു തിൻ ഷീറ്റ് ഓഫ് ബെരീലിയം എടുത്തു, അതിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ ബോംബാർഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺസിനെ ഡിസ്കവർ ചെയ്തത്. ആ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം പൊളേനിയം സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് ബെരീലിയം ഷീറ്റിലേക്ക് ബോംബാർഡ് ചെയ്തു. അതിലൂടെ ഒരു അൺനോൺ റേഡിയേഷൻ കടന്നു വരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ ഒരു റേഡിയേഷൻ അദ്ദേഹം പാരഫിൻ വാക്സിലൂടെ കടത്തിവിട്ടു. അപ്പോൾ ആ പാരഫിൻ വാക്സിലൂടെ പ്രോട്ടോൺസ് മാത്രമല്ലാതെ ചാർജ് ഇല്ലാത്ത ചില അയോൺസ് കൂടി വരുന്നത്, ചില പാർട്ടിക്കിൾസ് കൂടി വരുന്നത് ചാഡ്വിക്ക് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ചാർജും ഇല്ലാത്ത അയോൺസിനെ അദ്ദേഹം ന്യൂട്രോൺ എന്ന് പേരിട്ടത്. ഇനി ഈ ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് -1.6022 × 10⁻⁻19 ആണ്. റിലേറ്റീവ് ചാർജ് -1, മാസ് ഇസ് 9.11 × 10⁻31 kg. ഇനി അടുത്തത് പ്രോട്ടോൺ. നമുക്ക് പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിൽ കാണാൻ സാധിക്കുക. സോ 1.6022 × 10⁻19. ഇലക്ട്രോണിൽ നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിൽ പോസിറ്റീവ് ആണ്. റിലേറ്റീവ് ചാർജ് +1 ആൻഡ് mass is 1.673 × 10⁻27. ഇനി ന്യൂട്രോൺ നോക്കുകയാണെങ്കിൽ നോ ചാർജ്, നോ റിലേറ്റീവ് ചാർജ്, നോ ആബ്സല്യൂട്ട് ചാർജ്. മാസ് ഇസ് 1.675 × 10⁻27. അപ്പോൾ ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. തോംസൺ മോഡൽ ഓഫ് ആറ്റം. J.J. Thomson in 1898 proposed that an atom possesses a spherical shape in which a positive charge is uniformly distributed. The electrons are embedded into it such a manner as to give the most stable electrostatic arrangement. Many different names are given to this model. For example, plum pudding, raisin pudding, or watermelon. അപ്പോൾ J.J. Thomson 1898 അദ്ദേഹം ആറ്റമിൻ്റെ ഒരു സ്ട്രക്ചർ മുന്നോട്ട് വെച്ചു. സ്ഫെറിക്കൽ ഷേപ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ പോസിറ്റീവ് ചാർജസ് എല്ലാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആൻഡ് അതിനകത്ത് എംബഡഡ് ആയിട്ടാണ് നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം J.J. തോംസൺ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു മോഡലിനെ നമ്മൾ പ്ലം പുഡിങ്, റേസിൻ പുഡിങ്, വാട്ടർമെലൻ എന്നൊക്കെ വിളിക്കും. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഒരു വാട്ടർമെലൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു സ്ഫിയർ ഷേപ്പിൽ റെഡ് പാർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് ആണ്. ആൻഡ് അതിനകത്തുള്ള സീഡ്സ്, ബ്ലാക്ക് കളർ സീഡ്സ് ആണ് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ. അങ്ങനെയായിരുന്നു J.J. തോംസൺ പറഞ്ഞ അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്ത ആറ്റമിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ J.J. തോംസൺ മുന്നോട്ട് വെച്ച ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാണ്. Wilhelm Röntgen showed that when electrons strike a material in cathode ray tubes, produce rays which can cause fluorescence in the fluorescent material placed outside the cathode ray tubes. Cathode ray tubes in the fluorescent material placed outside the cathode ray tubes. കാഥോഡ് റേ ട്യൂബ്സിലൂടെ ഇലക്ട്രോൺസ് പാസ്സായി ആ ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലൂറസെൻസ് വരുന്നുണ്ട് എന്ന് ഒബ്സർവ് ചെയ്തത് വിൽഹെം റോട്ടൻജൻ ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ആ റേഡിയേഷൻ്റെ നേച്ചർ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അദ്ദേഹം അതിന് എക്സ്റേ എന്നാണ് പേരിട്ടത്. ആൻഡ് ദാറ്റ് നെയിം ഇസ് സ്റ്റിൽ യൂസ്ഡ്. ഇറ്റ് വാസ് നോട്ടീസ് ദാറ്റ് എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ് എഫക്റ്റീവ്ലി വെൻ ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ദ ഡെൻസ് മെറ്റൽ ആനോഡ് കോൾഡ് ടാർഗറ്റ്സ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എക്സ്റേസ് ആർ എഫക്റ്റീവ്ലി പ്രൊഡ്യൂസ് ആവുകയാണ് വെൻ ഇലക്ട്രോൺസ് ഒരു ഡെൻസ് മെറ്റൽ ആനോഡുമേ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എക്സ്റേസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ഒരു ഡെൻസ് മെറ്റൽ ആനോഡിനെയാണ് നമ്മൾ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്സ്, ഹാവ് എ വെരി ഹൈ പെനട്രേറ്റിംഗ് പവർ through the matter, and that is the reason that these rays are used to study the interior of objects. ഇതിനൊരു പെനട്രേറ്റിംഗ് പവർ ഉണ്ട് ഈ ഒരു റേന്.
ആൻഡ് ഏതൊരു മാറ്ററിലൂടെയും പെനട്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എക്സ്റേസ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റീരിയർ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടോ ഈ ഒരു റേയിൽ നമുക്ക് ഡിഫ്ലക്ഷൻസ് കാണാൻ സാധിക്കില്ല. നമ്മളുടെ നേരത്തെ കണ്ട പോലെ കനാൽ റേസിലോ അങ്ങനെയൊന്നും ഒരു ഡിഫ്ലക്ഷൻ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്സ് കാരണം വരില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫ്ലക്റ്റഡ് ആൻഡ് ഹാസ് എ ഹൈ പെനട്രേറ്റിംഗ് പവർ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അബൌട്ട് എക്സ്റേസ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി ആൻഡ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഹെൻറി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ട് റേഡിയോ ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്തത്. He observed that there are certain elements which emit radiation on their own. ചില എലമെൻറ്റ്സ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവർ തന്നെ ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു എലമെൻറ്റ് തന്നെ റേഡിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് റേഡിയേഷൻ ഓൺ ദെയർ ഓൺ. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടീനെ ആ ഒരു ഫെനോമിനയാണ് അദ്ദേഹം റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. ആൻഡ് അതുപോലുള്ള ഫെനോമിന പ്രസൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സിനെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ആണ്. Rutherford and his student bombarded a thin gold foil with alpha particles. So, thin gold foil में alpha particles bombard ചെയ്തു. The thin gold foil had a circular fluorescent zinc sulfide screen on it. ഈ ഒരു തിൻ ഗോൾഡ് ഫോയിലിൻ്റെ ചുറ്റും ഒരു സർക്കുലർ ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉണ്ടായിരുന്നു. ഹവെവർ ആൽഫ പാർട്ടിക്കിൾ സ്ട്രക്ക് ദ സ്ക്രീൻ. A tiny flashlight was produced at that point. ഈ ആൽഫ പാർട്ടിക്കിൾസ് ആ ഒരു സ്ക്രീനുമ സ്ട്രൈക്ക് ആയപ്പോൾ ഒരു എന്താ പറയുക ഒരു ടൈനി ഫ്ലാഷ് ലൈറ്റ് പോലെ ഒരു ലൈറ്റ് വരുന്നതായിട്ട് അദ്ദേഹം നോട്ടീസ് ചെയ്തു. ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം വന്ന കൺക്ലൂഷൻസ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. മിക്ക ആൽഫ പാർട്ടിക്കിൾസും ആ ഒരു ഗോൾഡ് ഫോയിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കടന്നുപോയി എന്നായിരുന്നു അദ്ദേഹം ആദ്യം ഒബ്സർവ് ചെയ്തത്. A small fraction of alpha particles was deflected by small angles. ചില ആൽഫ പാർട്ടിക്കിൾസ് ഒരു സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ആയിപ്പോയി. A very few alpha particles bounce back, that is were deflected by nearly 180 degree. അതിൽ തന്നെ ചില ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രിയിൽ റീബൗണ്ട് ചെയ്തു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച മൂന്നാമത്തെ ഒബ്സർവേഷൻ. അപ്പോൾ 3 ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിന്ന് കൺക്ലൂഡ് ചെയ്തത്. ആൽഫ പാർട്ടിക്കിൾസ് മിക്ക ആൽഫ പാർട്ടിക്കിൾസും ഒരു ഡിഫ്ലക്ഷൻ കൂടാതെ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. അതിലൊരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ചെറിയ ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ആയി. ആൻഡ് വെരി സ്മോൾ എമൗണ്ട്, വെരി ഫ്യൂ, 1 in 20,000, 20,000 ഒരെണ്ണം എങ്ങാനും ബൗൺസ് ബാക്ക് റീബൗണ്ട് ആയതും അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഇതുപോലുള്ള ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം ചില കൺക്ലൂഷനിലേക്ക് എത്തി. ഒന്നാമത്തെ കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഇസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊരു കാര്യവും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ആ ഒരു പാത്തിലൂടെ ഡിഫ്ലക്റ്റ് ആവാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആൽഫ പാർട്ടിക്കിൾസ് ആ ഒരു ഗോൾഡൻ ഷീറ്റിലൂടെ ആ ഒരു ഗോൾഡൻ ഫോയിലൂടെ ഒരു തടസ്സവുമില്ലാതെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാപ്പുകൾ ആറ്റംസിൻ്റെ ഇടയിൽ ഉണ്ടാവണം. അപ്പോൾ അതായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ച ആദ്യത്തെ കൺക്ലൂഷൻ. അതായത് ആറ്റമിൽ മോസ്റ്റ് സ്പേസ് എംപ്റ്റി ആണ്, അതുകൊണ്ടാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ ആ ഫോയിലൂടെ കടന്നുപോയത്. രണ്ടാമത്തെ, a few positively charged alpha particles were deflected. The positive charge has to be concentrated in a very small volume that repelled and deflected the positively charged alpha particles. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഒരേ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, ആൻഡ് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അതുപോലുള്ളൊരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഡിഫ്ലക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ വരണമെങ്കിൽ, അങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വരണമെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിൾ, ഈ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിളിന് എവിടെന്നെങ്കിലും ഒരു റിപ്പൾഷൻ വന്നിട്ടുണ്ടാവണം. അപ്പോൾ അതും പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കണം.
വളരെ ചെറിയൊരു എമൗണ്ടിലായിരുന്നു ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് പാർട്ടിക്കിൾസ് വളരെ ചെറിയ വോള്യൂമിലാണ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഏരിയയിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നാണ് നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ ലഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ, calculation by Rutherford showed that the volume occupied by the nucleus is negligibly small as compared to the total volume of the atom. The radius of the atom is about 10 raised to negative 10 meter, while the nucleus is 10 raised to negative 15 meter. ഇതായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ കൺക്ലൂഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ വഴി അദ്ദേഹത്തിന് മനസ്സിലായി ദാറ്റ് ഒരു ന്യൂക്ലിയസിൻ്റെ വോള്യൂം വളരെ ചെറുതാണ് ഒരു ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു ആറ്റമിൻ്റെ റേഡിയസ് 10 raised to negative 10 മീറ്റർ ആണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ 10 raised to negative 15 മീറ്റർ മാത്രമാണ് റേഡിയസ് ഉള്ളത് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും ഒക്കെ വെച്ചിട്ട് റൂദർഫോർഡ് പ്രപ്പോസ്ഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പഠിക്കാനായിരുന്നു. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ്, ആ ഒരു എക്സ്പെരിമെൻറ്റിലെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും വഴിയാണ് അദ്ദേഹം ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത്. ഈ ഒരു ന്യൂക്ലിയർ മോഡലിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പറയുന്നത്. A positive charge and most mass of the atom was densely concentrated in extremely small region. This is very small portion of the atom was called nucleus. പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഒരു ആറ്റമിൻ്റെ മാസ്, മോസ്റ്റ് ഓഫ് ദി മാസും ഒരു വളരെ ചെറിയ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതാണെന്നോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, the nucleus is surrounded by electrons that move around the nucleus with very high speed in circular paths called orbits. Thus, Rutherford's model of atom resembles the solar system in which the nucleus plays the role of the sun and the electrons that of revolving planet. ആ ഒരു സെൻറ്റൻസിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ആണ് സണ്ണിൻ്റെ പൊസിഷൻ കവർ ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോൺസ് ഈ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂക്ലിയസ് ഇസ് എ സെൻറ്റർ പാർട്ട് ഓഫ് ആൻ ആറ്റം ആൻഡ് ഈ ഇലക്ട്രോൺസ് ഓർബിറ്റ്സിൽ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു വലിയ ഹൈ സ്പീഡിൽ ഒരു ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ്റംസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോൺസും ന്യൂക്ലിയസും ഒരുമിച്ച് നിൽക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കാരണമാണ്. ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും വെച്ച് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. അറ്റോമിക് നമ്പർ. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ Z വെച്ചിട്ടാണ് അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ നമുക്ക് ഒന്നെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം എന്നും എടുക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം എന്നും നമുക്ക് പറയാൻ സാധിക്കും. അറ്റോമിക് നമ്പർ നമുക്ക് 2 രീതിയിലെടുക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ ന്യൂട്രൽ ആറ്റം. ഈ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉള്ള ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് കളക്റ്റീവ്ലി ന്യൂക്ലിയോൺസ് എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയസിലുള്ള 2 മെമ്പേഴ്സാണ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ 2 മെമ്പേഴ്സിനെയും പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഈ ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ നമ്പറാണ് ഒരു ആറ്റമിൻ്റെ മാസ് നമ്പറായിട്ട് നമ്മൾ പറയുന്നത്. അതായത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമുക്ക് കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ നമ്പറാണ് മാസ് നമ്പർ ഓഫ് ദ ആറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മാസ് നമ്പർ ഓഫ് ദി ആറ്റം നമ്മൾ A എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ മാസ് നമ്പർ ഇസ് A, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാസ് നമ്പർ ഓഫ് എൻ ആറ്റം കണ്ടുപിടിക്കുക. The composition of any atom can be represented by using the normal element symbol X with superscript on the left hand side with the atomic mass number A and subscript Z on the left hand side as the atomic number. ഇതുപോലെ ആയിരിക്കും നമ്മളൊരു എലമെൻറ്റ് X എലമെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സൂപ്പർസ്ക്രിപ്റ്റായിട്ട് നമ്മൾ മേലെയായിട്ട് എഴുതുന്നത്
അറ്റോമിക് മാസ് നമ്പർ ആയിരിക്കും. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ താഴെ എഴുതുന്നത് നമ്മുടെ അറ്റോമിക് നമ്പർ ആയിരിക്കും. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് കിടക്കുകയാണ്. Draw a schematic diagram of alpha ray scattering experiment. What are the observation conclusion made during alpha ray scattering experiment? ഞാൻ നേരത്തെ പറഞ്ഞ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, ആ ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് എന്തായിരുന്നു എന്ന് എഴുതുക. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് എഴുതുക. ആൻഡ് ദെൻ എന്തൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ, എന്താണ് നമ്മൾ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തത്, ആൻഡ് ആ ഒരു ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ ഡ്രോ ചെയ്ത കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്. ആൻഡ് ഫൈനലി ആ ഒരു കൺക്ലൂഷനിൽ നിന്നും റൂദർഫോർഡ് എന്തെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമിൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദി യുറേനിയം ആറ്റം റെപ്രസെൻറ്റഡ് ബിലോ. ഇപ്പോൾ U235 and 92 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മാസ് നമ്പർ നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും, 235 ആണ്. ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് 92 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് 92 കിട്ടിയെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും, 92. ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമ്മൾ നേരത്തെ എഴുതിയ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന ഒരു ഫോമിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വിച്ച് വിൽ ബി 235 മൈനസ് 92. ട്രാൻസ്പോസിങ്ങിലൂടെ നമുക്ക് കിട്ടും ദാറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു mass number minus number of protons, so we will get 143 as number of neutrons. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദി നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.